ഹായ് ഓൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ജനറേറ്റേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. അല്ല, ഇത് ജാവാസ്ക്രിപ്റ്റിൽ മാത്രമുള്ള ഒരു ടോപ്പിക് ആണോ എന്നുള്ളത് എനിക്ക് ടൈപ്പ് സ്ക്രിപ്റ്റിലുണ്ടോ ഇതെന്നൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യില്ല. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് ജനറേറ്റർ, ഹൗ ക്യാൻ ഇറ്റ് ബി യൂസ്. പല സിമ്പിൾ എക്സാമ്പിളിൽ എന്താണ് ജനറേറ്റർ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇതിനകത്ത് എന്താണ് ജനറേറ്റർ? സാധാരണ ഇതിൽ നമ്മളൊരു ഫംഗ്ഷൻ എഴുതുകയാണെന്ന് വെച്ചോ. ഇപ്പോൾ എനിക്കൊരു ഫിബൊനാച്ചി സീരീസ് എന്നൊരു ഫംഗ്ഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈം എനിക്ക് ഒരു ഫിബൊനാച്ചി സീരീസിനകത്ത് 10 ഫിബൊനാച്ചി സീരീസിനകത്ത് വേണം. പക്ഷേ എനിക്ക് അറ്റ് എ ടൈം ഒരെണ്ണം മാത്രം പ്രിന്റ് ചെയ്താൽ മതി എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് ഫംഗ്ഷനിൽ എടുക്കാൻ വേണ്ടി കുറച്ച് പ്രയാസമായിരിക്കും. പ്രയാസം എന്നല്ല, നമ്മളത് എടുത്തു വരാൻ കുറച്ച് പാടായി. കാരണം ഫംഗ്ഷനകത്ത് ഫിബൊനാച്ചി സീരീസ് സാധാരണ ഇതിൽ നമ്മൾ എഴുതുന്നത് അറയായിട്ടായിരിക്കും. ഇനി 1 1 2 1 1 1 1 1 plus 1 2 2 plus 1 3 3 plus 2 5 അങ്ങനെ നമ്മൾ എഴുതി പോകുന്നതിനാണ് ആക്ച്വലി ഫിബൊനാച്ചി. അതായത് മുമ്പിലത്തെ രണ്ട് നമ്പറിന്റെ സം ആയിരിക്കും നെക്സ്റ്റ് നമ്പർ. ഇതിനാണ് നമ്മൾ ഫിബൊനാച്ചി സീരീസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സാധാരണ എന്താണ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പറഞ്ഞ സിനാരിയോക്കകത്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ ഫംഗ്ഷനെ നമുക്ക് ഈൽഡ് ചെയ്യണം. ഇപ്പം ഞാൻ ഇങ്ങനെ തൽക്കാലം ഹാർഡ് കോഡ് ചെയ്ത് എഴുതാണ്. yield equal to 1, yield again 1, and next yield എന്ന് പറയുന്നത് I'll put it as 3 2. നെക്സ്റ്റ് yield എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്തു, 1 plus 2 plus 1 3 ആയിട്ട് എഴുതി. ഇനി ഞാൻ ചെയ്യാൻ 3. ഇനി ഞാൻ എടുത്തത് yield എന്ന് പറയുന്നത്, yield മാറ്റി ഞാൻ return 5 കൊടുത്തു. എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ നെക്സ്റ്റ് വെച്ചാണ് ഇതിനെ എടുക്കുന്നതെന്ന് വെച്ചോ. നമുക്ക് നെക്സ്റ്റ് വെച്ച് ഇതിനെ എങ്ങനെ എഴുതാം എന്ന് നോക്കാം. അതായത് നെക്സ്റ്റ് എന്ന് പറയുന്നത് വെച്ചിട്ടാണ് നമ്മൾ ജനറേറ്ററിനകത്തുള്ള നെക്സ്റ്റ് വാല്യൂവിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എഴുതി ലെസ്റ്റ് സീരീസ് ഈക്വൽ ടു ഫിബ്. നമ്മൾ സാധാരണ ഒരു ഫംഗ്ഷൻ വിളിക്കുന്ന പോലെ ഈ ഫിബിനെ വിളിച്ചു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈലിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് I'll just put it as console log of series dot next. value 1 value done എന്ന് പറയുന്നത് false. നമുക്ക് ടോട്ടൽ എത്ര വാല്യൂസ് ആണുള്ളത്? നമുക്ക് ടോട്ടൽ ഇവിടെ 1 2 3 4 5 വാല്യൂസ് ആണ്. ഈ 5 വാല്യൂസിനെ ഞാൻ ഇങ്ങനെയാണ് ആക്സസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഒരു 4 ടൈംസ് കൂടെ പേസ്റ്റ് ചെയ്യാൻ പോവാണ്. 1 2 3 4. Let's see what are the values coming in. നമുക്ക് 5 വരെ y വരെ വന്നു. 5ലാണ് ഡൺ എന്ന് പറയുന്നത് ട്രൂ ആവുന്നത്. ഞാൻ മനഃപൂർവ്വമാണ് റിട്ടേൺ 5 കൊടുത്തത് ടു മേക്ക് ഷുവർ ദാറ്റ് എപ്പോഴാണ് ഡൺ ഫോൾസ് ആവുന്നത്, എപ്പോഴാണ് ഡൺ ട്രൂ ആവുന്നത്. ഇനി ഞാനിവിടെ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ റിട്ടേൺ 5 കൊടുത്തത്. കാരണം ഇവിടെ റിട്ടേൺ 5 ഞാൻ കൊടുത്തില്ല എന്ന് വിചാരിക്കുക. Let's see when the done will become false. Done false ആവുന്നത് again value undefined ആയിരിക്കും. ഇപ്പം ഇങ്ങനെ ഒരു റിസൾട്ട് വരുന്നതിന് ഭേദം ലാസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫിബൊനാച്ചി സീരീസിനെ നമ്മൾ എങ്ങനെ ഇതിനോട്ട് എഴുതാൻ പറ്റും. എനിക്കൊരു 10 ഫിബൊനാച്ചി സീരീസ്, നമ്മളൊരു ടേം കൗണ്ട് കൊടുക്കാം. ഞാൻ എക്സ്പെരിമെന്റിൽ ചെയ്ത് മനസ്സിലാക്കി ഇതിനകത്ത് നമുക്കൊരു വാല്യൂവിനെ നമുക്ക് ഇൻപുട്ട് ആക്കി കൊടുക്കാം. അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ഒരു ഫംഗ്ഷനകത്ത് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് പോലെ ഇതിനകത്തും ഒരു വാല്യൂവിനെ ഇൻപുട്ട് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ലെറ്റ് a ഈക്വൽ ടു 1, ലെറ്റ് b ഈക്വൽ ടു 1. അതിനുശേഷം yield എന്ന് പറയുന്നത് എന്ത് ചെയ്തു, yield yield a, yield yield b. ഇത്രയും ഞാൻ എഴുതി. ഇനി അടുത്തത് മുതൽ while ഇതിനെ നമുക്ക് കൗണ്ട് ചെയ്യണമല്ലോ. അപ്പം നമുക്ക് കൗണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ വേണം. കൗണ്ട് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. while count less than or equal to term count. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഫിബൊനാച്ചി സീരീസിനകത്ത് പ്രിന്റ് ചെയ്യാൻ പോകുന്നു.
നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ചെയ്യാൻ പോകുന്നത് let c equal to a plus b. അതിനുശേഷം നമ്മൾ എന്ത് എഴുതുന്നു? c, b നമ്മൾ ഡീസ്ട്രക്ചറിങ്, അറേ ഡീസ്ട്രക്ചറിങ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അത് വെച്ച് വേണമെങ്കിൽ എഴുതാം. പക്ഷെ ഞാൻ കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് a equal to b, c equal to b equal to c ആക്കി കൊടുത്തു and will do a count plus plus. ഇത്രയും നമ്മൾ ചെയ്താൽ മതിയോ? പറ്റില്ല. നമ്മൾ ഒരു കാര്യം yield ചെയ്യണം. yield c. ഇത് ഇത്രയും നമ്മൾ ചെയ്തേക്കുന്ന while ലൂപ്പിനകത്താണ്. ഈ while loop ഇവിടെ ക്ലോസ് ചെയ്തതിന് ശേഷം I'll come over here and do a return null. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാം. The count is less than term count. Return count less than term countൽ ചെയ്യുമ്പോൾ ഇത്രയും വരും. Count equal to term, ഇത്രയും നമ്മൾ ചെയ്ത് വെച്ചു. അതിനുശേഷം c എന്ന് പറയുന്നത് yield ചെയ്തു. അടുത്ത റിട്ടേൺ എന്ത് ചെയ്താൽ മതി? a plus b റിട്ടേൺ ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിൽ വന്നേക്കുന്ന പോലെ what we are going to do is 1 2 3 4. നമ്മളിവിടെ എത്ര നമ്പേഴ്സ് ആണ് പ്രിന്റ് ചെയ്തത്? 1 2 3 4 5 നമ്പേഴ്സ് ആണ്. അപ്പം നമ്മൾക്ക് ഇവിടെ ഫിബൊനാച്ചി സീരീസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 5 എന്നൊരു നമ്പർ കൊടുക്കുകയാണ്. Let's see what happens. Invalid expression. Okay, എയുടെ ഇപ്പുറത്ത് ഞാൻ സെമി കോളൻ അല്ല കൊടുത്തത്. Why? Let's run it again. C അതുപോലെ തന്നെ വരുന്നു. പക്ഷെ റിട്ടേണിനകത്ത് എന്ത് പറ്റി? ഡൺ എന്താ ഫോൾസ് ആയത്? ഒരു മിനിറ്റ്. I'll do one more console log. എയ്റ്റും ഡൺ ഫോൾസ് ആണോ? One, two, three, four, 5, 6, 7, 8. Okay, got it. See, ഇതിനകത്ത് ഞാൻ പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ ടേം കൗണ്ട് 5 ആയിട്ടാണ് ഞാൻ കൊടുത്തത്. പക്ഷെ 8 വാല്യൂസ് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അതിന് മെയിൻ ആയിട്ട് റീസൺ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ ചെയ്ത മിസ്റ്റേക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീഡിയോയുടെ തെരയിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ പോസ് ചെയ്ത് കമൻറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ആൻസർ ഇസ്, ഈ ടേം കൗണ്ട് എന്ന് പറയുന്നത് 5 ആണ്. 5നകത്ത് ഓൾറെഡി 2 എണ്ണം ഇവിടെ വന്നില്ലേ? അപ്പൊ ടേം കൗണ്ട് -2 ഇവിടെ കൊടുക്കണം. Now let's me run it. Undefined, undefined. 8 തന്നെ ട്രൂ വന്നു. 1 2 3 4 5 6. Again 6 ആണ് ഇവിടെ വന്നത്. ഇതിനകത്ത് അപ്പൊ നമുക്ക് ഇതിനകത്ത്, കാരണം ഒരെണ്ണം പുറത്താണ് പ്രിന്റ് ചെയ്യുന്നത്, സോ -3 വരണം. അപ്പൊ 5ൽ തന്നെ നമുക്ക് ട്രൂ വരും. ഇനി ഈ സാധനം നമ്മൾ ഇങ്ങനെ എപ്പോഴും എഴുതാൻ പറ്റില്ലല്ലോ. നമുക്കിത് ഫോർ ലൂപ്പിനകത്ത് അയച്ച് ഒന്ന് എഴുതി നോക്കിയാലോ. Let x of fib of series, I'll simply write console.log of x. നമുക്ക് എന്താണ് വരുന്നതെന്ന് നോക്കാം. 1 1 2 and 3 will come. ഇവിടെയാണ് 5 പ്രിന്റ് ആയി. ഇവിടെയാണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഡിഫറെന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന മനസ്സിലാവുന്നത്. നമ്മൾ നെക്സ്റ്റ് വെച്ചാണ് ആക്സസ് ചെയ്യുന്നത് പറഞ്ഞെങ്കിൽ ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റിനകത്തുള്ള വാല്യൂ നമുക്ക് കിട്ടും.
പക്ഷെ നമ്മൾ ഐറ്ററേറ്റർ വെച്ചിട്ടാണ് അക്സെപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഓഫ് വെച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ, ഒരു ഫോർ ലൂപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എക്സിൻ്റെ ആ റിട്ടേണിൻ്റെ വാല്യൂ നമുക്ക് കിട്ടില്ല. ഇതും ഒരു എക്സ്ട്രാ നോളേജ് ആണ്. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കുമ്പോൾ കുറേ ലൂപ്പ് ഹോൾസ് ഉണ്ടാവുമല്ലോ, അതിലെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. റിട്ടേണിന്റെ ഇമ്പോർട്ടൻസ് ആ ഡൺ എന്ന് പറയുന്നത് ഫോൾസ് ആക്കാം. അപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാ അങ്ങനെ ചെയ്യും, നമുക്കിപ്പം ഇങ്ങനെ എഴുതിയാൽ നമുക്ക് അതിന്റെ വാല്യൂ കിട്ടും. ചില അവസരങ്ങളിൽ നമുക്ക് ഡൺ ഈക്വൽ ടു, നമുക്ക് ഇതിനെ വേറെ രീതിയിൽ ഐറ്ററേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു വർക്ക് അറൗണ്ട് പോലെ വേണമെങ്കിൽ പറയാം, എങ്കിലും ഞാൻ പറയാണ്, നമ്മൾ let continue equal to false എന്ന് പറഞ്ഞു കൊടുത്തു. ഇത് ഞാൻ തന്നെ എക്സ്പെരിമെന്റ് ചെയ്തപ്പം എഴുതിയൊരു കോഡാണ്. ഈക്വൽ ലെസ് ദാൻ continue, negation continue, within braces I'm going to write whatever it is. Like ഇതുവരെ നമ്മൾ എഴുതി എന്തായിരിക്കും ഞാൻ എഴുതാൻ പോകുന്നത്, ഇത് നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടാവും. constant value equal to series dot next. അതിനുശേഷം എഴുതാൻ പോകുന്നത് എന്ന് പറയുന്നത് സീരീസ് ഡോട്ട് നെക്സ്റ്റ്. അപ്പം ഇതിനകത്ത് നമുക്ക് വാല്യൂ ആയിട്ട് എന്തൊക്കെ വന്നു, വാല്യൂയും ഡണ്ണും വന്നു. കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് വാൽ ഡോട്ട് വാല്യൂ, കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് വാൽ ഡോട്ട് ഡൺ, വാൽ ഡോട്ട് ഡൺ ഫോൾസ് ആയിരിക്കും, അതിന് വരെ നമ്മൾ കണ്ടിന്യൂ ഈക്വൽ ടു വാൽ ഡോട്ട് ഡൺ എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്ത് വാല്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് 5 വരെ എത്തി. കാരണം ഡൺ ഡൺ ട്രൂ ആവുന്നിടം വരെയാണ് ഞാൻ ഈ ഐറ്ററേറ്റർ റൺ ചെയ്തത്. അപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് റിട്ടേൺ എന്ന് പറയുന്നത് ലാസ്റ്റ് വാല്യൂ ആയിട്ട് കൊടുക്കാം. 90% കേസിലും നമുക്ക് ഓഫ് വെച്ചിട്ട് എടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ആ റിട്ടേൺ വാല്യൂ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത്, ഞാൻ ഒരു കൺസോൾ ഡോട്ട് ലോഗിനകത്തോട്ട് what I'm going to write is within this 3 spread operators, അതിനകത്തോട്ട് ഞാൻ സീരീസ് ഇട്ട് കൊടുത്തു. സീരീസ് ഇട്ട് കൊടുത്തു. ലെറ്റ്സ് സീ നമുക്ക് എന്തെങ്കിലും ഔട്ട്പുട്ട് കിട്ടുമെന്ന്. ഓക്കെ, ഇതിനകത്ത് ഔട്ട്പുട്ട് വരില്ല, ബിക്കോസ് ഞാൻ ഓൾറെഡി വാല്യൂസ് എല്ലാം ഈൽഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും സാധനം ഞാൻ റിമൂവ് ചെയ്യാണ്. അപ്പോൾ ഇത്രയും സാധനം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് അടുത്ത് ഡോട്ട് സീരീസ് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും 1 1 2 2 3, അതായത് ഈൽഡ് വെച്ച് റിട്ടേൺ ചെയ്ത് അത്രയും സീരീസിലേക്ക് തന്നെ വന്നു. അപ്പം നമ്മൾ ഇന്നതിനകത്ത് നമ്മൾ ജനറേറ്റേഴ്സിനകത്തുള്ള മിക്കവാറുള്ള എല്ലാ ടോപ്പിക്സും ഈ കൊച്ചു വീഡിയോക്കകത്ത് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. എന്താണ് ജനറേറ്റർ എന്നും, ജനറേറ്റർ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്നും, ജനറേറ്ററിനകത്ത് വാല്യൂസ് എങ്ങനെയാണ് ആക്സസ് ചെയ്യേണ്ടതെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ കമൻസിൽ ഇടുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതോ കമൻറ്റിൽ ഇടുക. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇതുപോലെ വീഡിയോസിനെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സബ്സ്ക്രൈബുടെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.